പ്രിയ പ്രേക്ഷകരെ, നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് നമ്മുടേത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവകാശവും സ്വാതന്ത്ര്യവും ഉള്ള രാജ്യമാണ്. അതേസമയം സ്ത്രീ സമത്വത്തെക്കുറിച്ച് ഇപ്പോഴും വാചാലരാകേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. നമ്മുടെ പാർലമെന്റ് സ്ത്രീ സംവരണം പാസാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ സ്ത്രീ സംവരണം നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹം ഇപ്പോഴും പുരുഷ കേന്ദ്രീകൃതം തന്നെയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും ഉത്തരവും സുപ്രീം കോടതിയുടെ, അതായത് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ട ആ വിവരം. അത് വളരെ വിലപ്പെട്ട ഒന്ന് എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ഇതാ കോടതിക്ക് മുന്നിലേക്ക് എത്തിയ ചോദ്യം ഒരു വീട്ടമ്മയുടെ മൂല്യം എന്ത് എന്നതാണ്. അതായത് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾക്ക് പോകാതെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു ഗൃഹനാഥ, ആ ഗൃഹനാഥയുടെ മൂല്യം എത്ര എന്ന ചോദ്യം ആയിരുന്നു കോടതിക്ക് മുന്നിൽ പ്രസക്തമായി എത്തിയത്. കോടതി അതിനെ നിരീക്ഷിച്ചതാകട്ടെ പണം കൊണ്ട് മൂല്യം നിശ്ചയിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരു വീട്ടമ്മയുടെ പ്രവൃത്തികൾ എന്നുള്ളതായിരുന്നു. കുട്ടികളെ നോക്കുക, വീട്ടിലെ പാചകം ചെയ്യുക, പരിസരവും വീടുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക, ഇങ്ങനെ നമുക്ക് പരമ്പരാഗതമായ ഒരു വീട്ടമ്മ സങ്കല്പം ഉണ്ട്. ആ സങ്കല്പത്തിലാണ് ഇവർ തുടരുന്നത് എങ്കിൽ പോലും അതിന് എത്ര മൂല്യം എന്നതാണ് കോടതി വിലയിരുത്തിയത്. അവിടെയാണ് കോടതി അങ്ങനെ പണത്തിലൂടെ മൂല്യം നിശ്ചയിക്കാൻ പറ്റില്ല എന്ന നിരീക്ഷണത്തിലേക്ക് പോയത്. അതായത് കോടതിയിൽ ഒരു വിഷയം എത്തുന്നു. അത് ഒരു വീട്ടമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അത് അപകട മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ ഹർജിയിന്മേലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇടയിൽ ആണ് കോടതി തന്നെ ചോദിച്ചത് ഒരു കുടുംബത്തെ പരിപാലിക്കുന്നതിന് ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ലേ എന്നുള്ളത്. അവിടെ ഇതാ കോടതി തന്നെ ഒരു മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയാണ് കോടതി എടുത്തു പറയുന്നത് അങ്ങനെ പണം കൊണ്ട് മൂല്യം നിശ്ചയിക്കാവുന്ന ഒന്നല്ല വീട്ടമ്മയുടേത് എന്ന നിരീക്ഷണം കോടതി നടത്തുകയും ചെയ്തത്. അതായത് ഒരു വാഹനാപകടത്തിൽ ഗൃഹനാഥ മരിച്ച കേസ് ആണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഒരു പക്ഷേ ഇനി സൂചിപ്പിക്കുന്ന അനുഭവം കേരളത്തിലെ പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ടാകാം. കാരണം നമ്മുടെ സംസ്ഥാനത്തടക്കം നിരവധിയായ വാഹനാപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ വാഹനാപകടങ്ങളിൽ നിരവധി വീട്ടമ്മമാർ മരണപ്പെട്ട സാഹചര്യവുമുണ്ട്. ഈ വാഹനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ആ വ്യക്തിയുടെ ജീവിത നിലവാരം, ആ വ്യക്തിയുടെ തൊഴിൽ, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലപ്പോഴും ഇൻഷുറൻസ് തുക നൽകുക എന്നത്. അവിടെ വീട്ടമ്മയായ സ്ത്രീക്ക്, ഗൃഹനാഥയായ സ്ത്രീക്ക് മറ്റു ജോലികൾ ഒന്നും ഇല്ല എങ്കിൽ വളരെ തുച്ഛമായ തുക മാത്രമാണ് നഷ്ടപരിഹാരം എന്ന നിലയിൽ നൽകാറുള്ളത്. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇവിടെ പുറത്തു വന്നിട്ടുള്ളത്. അതായത് വാഹനാപകടത്തിൽ ഗൃഹനാഥ മരിച്ചാൽ കുടുംബ പരിപാലന നഷ്ടം എന്നത് ഒരു മാസം 30,000 രൂപ എന്ന നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണക്കിലാക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടമ്മമാർ, നമ്മുടെ വീട്ടിലെ ഗൃഹനാഥകൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു തൊഴിലിന് പോകാതെ കുടുംബത്തിലെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിന് കുറഞ്ഞ മൂല്യം എന്നത് 30,000 രൂപയുടേത് എന്ന നിലയിലെങ്കിലും കണക്കാക്കണമെന്ന് സുപ്രീം കോടതി വിലയിരുത്തുന്നു. മാത്രവുമല്ല 3 വർഷം കൂടുമ്പോൾ ഈ 30,000 എന്നതിൽ 10% വർധനമുണ്ടാകണം. 30,000-ന്റെ 10% എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം 33,000-ലേക്ക് ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഗൃഹനാഥമാരുടെ മൂല്യം, കുടുംബ മൂല്യം എന്നത് ഈ നിലയിൽ കണക്കിലാക്കണം എന്ന സുപ്രധാന വിധിയാണ് പുറത്തു വന്നത്. ആ വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരായ സഞ്ജയ് കരോളും ഒപ്പം ജസ്റ്റിസ് NK സിംഗും ആണ് എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീകളുടെ അഭിമാനം കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി എന്നതാണ്. കോടതി വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തി. അവിടെയാണ് നേരത്തെ സൂചിപ്പിക്കുന്നത് ഈ വീട്ടുജോലി എന്ന് പറയുന്നത്, അതായത് വീട്ടിലെ പ്രവൃത്തികൾ എല്ലാം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കേവലമായ ഒരു കായികാധ്വാനം ആ നിലയിലാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഇതൊക്കെ ആർക്കും സാധിക്കില്ലേ എന്ന ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് എങ്കിൽ കോടതി പറയുന്നു അങ്ങനെയല്ല. അതായത് ഒരു വീട് പരിപാലിക്കുന്നു ഒരു സ്ത്രീ എങ്കിൽ അതിനെ രാഷ്ട്രപരിപാലനമായാണ് കാണേണ്ടത്. അതായത് ഒരു സമൂഹം ഉണ്ടാകുന്നതിൻ്റെ ആദ്യ ഘടകം എന്നത് ഒരു കുടുംബമാണ്.
അപ്പോൾ ആ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത്, അതായത് നമുക്കിപ്പോഴും അറിയാം, കുടുംബങ്ങൾ ചേർന്നുകൊണ്ടാണ് സമൂഹം ഉണ്ടാകുന്നത്, ആ സമൂഹങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത്. അപ്പോൾ കുടുംബം എന്നത് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ആണിക്കല്ലായതുകൊണ്ട് തന്നെ വീട് പരിപാലനം രാഷ്ട്ര പരിപാലനം ആണ് എന്ന് സുപ്രീം കോടതി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ യഥാർത്ഥത്തിൽ നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട, അതായത് മറ്റു മേഖലകളിൽപ്പെട്ടവർ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ നടത്തുന്നുണ്ടോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്ര സേവനം ആണ് ഇവർ നടത്തുന്നത്. രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമാകുന്നു നമ്മുടെ വീട്ടമ്മമാർ എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അത് ഓരോ കുടുംബങ്ങളിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വീട്ടമ്മയുടെയും അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സംഭാവനയെ പണപരമായ മൂല്യം കൊണ്ട് നിശ്ചയിക്കാനാകില്ല. അവിടെ കോടതി എടുത്തു പറഞ്ഞിരുന്നു, നമ്മൾ വീട്ടമ്മ എന്ന് പ്രയോഗിക്കുമ്പോൾ അത് ഹൗസ് വൈഫ് എന്നാണ് സാധാരണ നമ്മൾ ചില കോളങ്ങളിൽ, അതായത് ചില ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെ പൂരിപ്പിക്കുമ്പോൾ അച്ഛൻ്റെ ജോലി അമ്മയുടെ ജോലി എന്നൊക്കെ പറയുന്നിടത്ത് ഹൗസ് വൈഫ് എന്നതാണ്. അത് ഹൗസ് വൈഫ് അല്ല, മറിച്ച് ഹോം മേക്കർ എന്ന നിലയിലാണ് സമൂഹം കാണേണ്ടത് എന്നുകൂടി കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായിരുന്നു ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിക്കാനുണ്ടായ സാഹചര്യം? 2001 വാഹന അപകടത്തിൽ 35 വയസ്സുള്ള ഒരു ഗൃഹനാഥ, ഒരു വീട്ടമ്മ മരണപ്പെട്ടു. അതിനെ തുടർന്ന് വാഹന അപകട ഇൻഷുറൻസ് നൽകുന്ന വാഹന അപകട തർക്ക പരിഹാര ട്രൈബ്യൂണൽ ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരമായി നൽകാൻ ആവശ്യപ്പെട്ടത് 2.42 ലക്ഷം രൂപ ആയിരുന്നു. അതായത് ഒരു വീട്ടിൽ 35 വയസ്സുള്ള ഗൃഹനാഥ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകിയത്, ആ വീട്ടമ്മയുടെ നഷ്ടം എന്നതിനെ കണക്കാക്കിയത് കേവലം 2.42 ലക്ഷം രൂപ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ അനുഭവം ഒരുപക്ഷെ മലയാളികളായ പല കുടുംബങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന, ആ കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തിരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് നൽകിയ മൂല്യം ആയിരുന്നു ഈ 2.42 ലക്ഷം രൂപ എന്നത്. എന്നാൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് തന്നെ ഈ തുക ഉയർത്തിയിരുന്നു. അത് 8,34,000 രൂപ എന്ന നിലയിലാണ് ഉയർത്തിയത്. അവിടെയും അത് തുച്ഛമായൊരു തുകയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തി. അതായത് ഈ മരണപ്പെട്ട ഭാര്യയുടെ ഭർത്താവാണ് കോടതിയിലേക്ക് എത്തിയത്. അവിടെ വളരെ പ്രധാനപ്പെട്ട വാദങ്ങൾ ആണ് നടന്നത്. ആ വാദങ്ങൾക്കൊടുവിലാണ് കേരളത്തിൻ്റേത് മാത്രമല്ല ഇന്ത്യയുടെ പൊതുസമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അങ്ങനെ സുപ്രീം കോടതി തന്നെ ഒരു വീട്ടമ്മയുടെ നഷ്ടം എന്നത് നികത്താനാകാത്തതാണ് എന്നും അതിനെ പണം കൊണ്ട് മൂല്യം അളക്കാനാകില്ല എന്നും വിലയിരുത്തുകയും നിലവിലെ സാഹചര്യത്തിൽ 62.77 ലക്ഷം രൂപ ഈ 35 വയസ്സുള്ള വീട്ടമ്മ മരണപ്പെട്ട സാഹചര്യത്തിൽ ആ കുടുംബത്തിന് നൽകണം എന്ന സുപ്രധാനമായ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിൽ 60 ലക്ഷം രൂപയും ആ വീട്ടമ്മയുടെ മൂല്യം എന്ന നിലയിൽ തന്നെയാണ് കോടതി കണക്കിലാക്കിയത്. മറ്റ് ചെലവുകൾക്ക്, അതായത് മരണാനന്തര ചെലവ്, കോടതി ചെലവുകൾക്ക് വേണ്ടിയാണ് 2 ലക്ഷം രൂപ. സമൂഹത്തിനിടയിലെ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഒരുപോലെ ചിന്തിക്കേണ്ടതും വില കൽപ്പിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.